അങ്ങനെ ഞങ്ങളൊരു പലചരക്കട ഞാനും രണ്ടാമത്തെ ജ്യേഷ്ഠനും കൂടെ തുടങ്ങി. എന്തായാലും പലചരക്കട ഞാൻ ഉദ്ദേശിച്ചതിലും നന്നായിട്ട് വിജയിച്ചു. തന്നെ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെന്ന് ജ്യേഷ്ഠന് മനസ്സിലായി. എന്നെ സ്വന്തമായിട്ട് ഞാൻ തന്നെ നടത്തി. നമുക്ക് ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട്. എപ്പോഴും നമുക്കൊരു സ്വന്തമായിട്ടൊരു ബ്രാൻഡ് എന്തെങ്കിലും തുടങ്ങണമെന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പുതിയൊരു സംരംഭത്തിന് പ്ലാൻ ഇടുക. കോക്കനട്ട് ഓയിൽ തുടങ്ങാം, വെളിച്ചെണ്ണ ലേബിൾ ചെയ്ത് സൂര്യ എന്ന ബ്രാൻഡാക്കി. പലചരക്കട അതനുസരിച്ച് ഞാൻ സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പലചരക്കട അതൊരു വളരെ വളരെ മോശം അവസ്ഥയിലേക്ക് ഒരു കാര്യം ചെയ്ത് സൂര്യ ഷെയർ ഒഴിയുക. ആ ഫണ്ട് ഞാൻ പലചരക്കടയിലേക്ക് മുടക്കി വീണ്ടും പയ്യെ അത് കരകയറ്റി കൊണ്ടുവന്നു. കോക്കനട്ട് ഓയിൽ എൻ്റെ ഒരു സ്വപ്നമാണ്, ഒരു ബ്രാൻഡും എൻ്റെ ഒരു സ്വപ്നമാണ്. വീണ്ടും ഗോൾഡൻ്റെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അത് ദൈവാനുഗ്രഹം കൊണ്ട് ഭയങ്കര സക്സസ് ആയി. ഒരു മാധ്യമം തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. ഒരു ഇടുക്കി കേന്ദ്രീകരിച്ച് വ്യാജ വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞ് ഒരു ഫീച്ചർ ചെയ്തു. വലിയൊരു ന്യൂസായിട്ട് വിടുമ്പം അതിലേക്ക് എത്തിയില്ല. അങ്ങനെ ആ സ്ഥാപനം ശരിക്കും സെയിൽ കുറഞ്ഞു, താഴോട്ട് പോകുന്നു. ആൾക്കാർക്കൊരു വിശ്വാസ്യത പോലെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞപ്പം എറണാകുളത്ത് വന്നു. ഒരു ചെറിയ ഷെഡ് എടുത്ത് 5-10 ബാരൽ വെളിച്ചെണ്ണ എടുത്ത് എൻ്റെ സ്വന്തം ബ്രാൻഡായിട്ട് നന്മ ഗോൾഡൻ തുടങ്ങി നന്മയിലെത്തി. ആലുവയിൽ ചൂണ്ടിയിലൊരു ഇതെടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഗോഡൗൺ എടുത്ത് അവിടെ പാക്കിംഗ് നടത്താമെന്നുള്ള ഇതിൽ കേരസ്വാദ് എന്നുള്ള ബ്രാൻഡിലേക്ക് കേരസ്വാദ് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ് കേരസ്വാദ്. ആ കൊറോണയുടെ ഒക്കെ സമയമായപ്പം നമ്മളൊരു 50 കോടി 60 കോടി ടേൺ ഓവറിലേക്ക് എത്തി. FMCG പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് MBA കഴിഞ്ഞ് വന്ന മകന് വേണ്ടിയിട്ട്. അതെ. എങ്ങനെയുണ്ടായിരുന്നു? എന്ത് പേരിലാണ് സ്റ്റാർട്ട് ചെയ്തത്? നമുക്ക് റൈസ് പൗഡർ, പുട്ടുപൊടി, അതുപോലെ തന്നെ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഇറക്കാം എന്നുള്ളൊരു അങ്ങനെ തമീമി എന്നൊരു ബ്രാൻഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഫുഡ് പ്രൊഡക്ട്സ്. അതെ തമീമി എന്നാണ് ബ്രാൻഡ് നെയിം. ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് ഇക്ക പഠിക്കുന്നത്. ഇക്ക ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തു, അത് താഴെ പോയി വീണ്ടും 2-3 ബ്രാൻഡുകൾ ഡെവലപ്പ് ചെയ്തു. എപ്പോഴും ഒരു ബ്രാൻഡ് ഉണ്ടാക്കാനാണ് ഇക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നൊക്കെ അത് സക്സസ് ആയ ഒരു വ്യക്തിയാണ്. കേരസ്വാദ് എന്ന് പറയുന്ന ബ്രാൻഡ് ആണെങ്കിലും തമീമിയുടെ വളർച്ചയിലാണെങ്കിലും അത് സക്സസ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിന്റെ സ്പാർക്കുള്ള മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹൈറേഞ്ചിന്റെ മണ്ണിൽ നിന്നും മലയിറങ്ങി നാട്ടിലേക്ക് ഇറങ്ങി ഒരുപാട് പേര് സംരംഭം ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്, ജീവിതത്തിൽ വിജയിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. അങ്ങനെ ഹൈറേഞ്ചുകാരനായി അവിടെ നിന്നും പിന്നീട് ആലുവക്കാരനായി മാറിയ ഒരു ചരിത്രമാണ് നൗഷാദിക്കാക്ക് പറയാനുള്ളത്. ഇന്ന് എന്റെ കൂടെ കഥ പറയാനിരിക്കുന്നത് തമീമി ഫുഡ്സിന്റെയും കേരസ്വാദിന്റെയും സ്ഥാപകനും സാരഥിയുമായ നൗഷാദിക്കയും അദ്ദേഹത്തിന്റെ 2 മക്കളുമാണ്. നൗഷാദിക്ക സ്വാഗതം. സമീർ, റമീസ്, എല്ലാവർക്കും സ്വാഗതം. ഇക്ക ജനിച്ചതും വളർന്നതും എല്ലാം ചെറുതോണി തന്നെയായിരുന്നോ അതോ പിന്നീടാണോ ചെറുതോണിക്ക് പോകുന്നത്? ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം തൊടുപുഴയിലാണ്. തൊടുപുഴയിൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. 10ാം ക്ലാസ് പരീക്ഷ എഴുതി തോറ്റു. നമ്മളെ കൊണ്ട് അത്ര സാധിക്കില്ലായിരുന്നു. അത്ര സാധിക്കുള്ളൂ. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജ്യേഷ്ഠന്മാരെല്ലാം ചെറുതോണിയിലായിരുന്നു കച്ചവടമായിട്ട് പോയിരുന്നത്. അങ്ങനെ ചെറുതോണിയിലെത്തി. മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞു, ബഷീർ എന്നാണ് ആളുടെ പേര്. അദ്ദേഹം പറഞ്ഞു, നീ മതി പഠിച്ചത്, ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. അങ്ങനെ ചെറുതോണിയിലെത്തി. അദ്ദേഹത്തിൻ്റെ ഒരു ലേഡീസ് സെൻ്ററാണ്. അന്ന് നല്ല കച്ചവടമുള്ളൊരു സ്ഥാപനമാണ്, സഫിയ ലേഡീസ് സെൻ്റർ എന്ന് പറയും. ജ്യേഷ്ഠനെ സഹായിച്ച് 2-3 വർഷം അങ്ങനെ നിന്നു. ആ സമയത്ത് ഞാൻ 10ാം ക്ലാസ് അവിടെ എഴുതി ജയിച്ചു. ചേട്ടൻ പഠിപ്പിച്ചു, ജയിച്ചു. പ്രീ ഡിഗ്രിക്ക് പോയി. പ്രീ ഡിഗ്രി പരീക്ഷ എഴുതിയില്ല. അപ്പോഴും എനിക്ക് താല്പര്യം കച്ചവടത്തിനോടായിരുന്നു. ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഒരു കച്ചവടം തുടങ്ങണം, അതിനെന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 18 വയസ്സായിരുന്നു. 18 വയസ്സുള്ളപ്പം എൻ്റെ രണ്ടാമത്തെ ഒരു ജ്യേഷ്ഠനുണ്ട്, മുഹമ്മദ് എന്ന് പറഞ്ഞ്. അപ്പം മൂത്ത ആൾ പറഞ്ഞു, ശരി നിങ്ങൾ 2 പേരും കൂടെ ഒരു ഇത് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹത്തിന് തേയിലയുടെ ഹോൾസെയിലായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു പലചരക്കട ഞാനും രണ്ടാമത്തെ ജ്യേഷ്ഠനും കൂടെ തുടങ്ങി. കുഴപ്പമില്ല, നന്നായിട്ട്. അതെ, ലേഡീസ് സ്റ്റോർ മൂത്ത ജ്യേഷ്ഠന്റെ, രണ്ടാമത്തെ കട ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തു. 2 പേരും കൂടെ സ്റ്റാർട്ട് ചെയ്തു. എക്സ്പീരിയൻസ് ഉണ്ട്, നന്നായിട്ട് എക്സ്പീരിയൻസിലായിരുന്നു. അങ്ങനെ അവിടെ സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും പലചരക്കട ഞാൻ ഉദ്ദേശിച്ചതിലും നന്നായിട്ട് വിജയിച്ചു. സൈറ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ അന്ന് ചെറുതോണിയിൽ അറിയപ്പെടുന്ന ഒരു ഷോപ്പായിട്ട് വളർത്താൻ പറ്റി. ലേഡീസ് സെൻ്ററിൽ നിന്ന് മാറി പലചരക്കട തുടങ്ങി. അത് നല്ല രീതിക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റി. അന്നത്തെ കാലത്ത് ഒരു ചില്ലറ കച്ചവടം 40,000 രൂപ 50,000 രൂപ വിൽക്കുന്ന ഒരു ഷോപ്പാക്കി വളർത്തി. പിന്നെ ജ്യേഷ്ഠൻ മാറിയിട്ട് ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ നടത്തി.
ജ്യേഷ്ഠപ്പത്തേക്ക് മാറി. അദ്ദേഹം തേയിലയുടെ വ്യാപാരമൊക്കെ ആയിട്ട് മാറി. ഞാൻ സ്വന്തമായിട്ട് നടത്തി. തന്നെ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെന്ന് ജ്യേഷ്ഠന് മനസ്സിലായി. എന്നെ സ്വന്തമായിട്ട് ഞാൻ തന്നെ നടത്തി. അപ്പോൾ കുറേ ബാധ്യതകളൊക്കെ ഉള്ളത് ഞാൻ ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ ആ ഷോപ്പ് മുന്നോട്ട് പോയി. 95 വിവാഹം കഴിഞ്ഞ് ഭാര്യയായി, കുടുംബമായി. അപ്പോൾ സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു. അപ്പോൾ വീട് വാങ്ങണം, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോഴും നമുക്കൊരു സ്വന്തമായിട്ടൊരു ബ്രാൻഡ് എന്തെങ്കിലും തുടങ്ങണമെന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഒരു 2000 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ 3-4 സുഹൃത്തുക്കളുണ്ട്, ആത്മസുഹൃത്തുക്കളാണ്. ആ 4 പേരും ഞാനും കൂടി എന്തെങ്കിലും ഒരു സംരംഭം നമുക്ക് വ്യാവസായികമായിട്ട് തുടങ്ങാമെന്നുള്ളൊരു തീരുമാനമെടുത്തു. പുതിയൊരു സംരംഭത്തിന് പ്ലാൻ ഇട്ടു. അങ്ങനെ വന്നപ്പോൾ എന്ത് തുടങ്ങണം എന്നുള്ള ഒരു ആശയക്കുഴപ്പമായി. അങ്ങനെ ഞങ്ങളിങ്ങനെ ആലോചിച്ച് കുറേ ദിവസങ്ങളിൽ നിന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് നമുക്ക് കോക്കനട്ട് ഓയിൽ തുടങ്ങാം, വെളിച്ചെണ്ണ. അതാകുമ്പോൾ മുന്നോട്ട് പോയിക്കോളും. ഇല്ലെങ്കിൽ തുടങ്ങി വിൽപ്പന നടന്നില്ലെങ്കിലും എനിക്ക് പലർക്കിടയിലാണെങ്കിലും വിറ്റ് തീർക്കാം. ഒരു ഓപ്ഷൻ ഉണ്ട്. പെട്ടെന്ന് വിറ്റ് തീർക്കണമെന്നുണ്ടെങ്കിൽ പലർക്കിടയിലേക്ക് വെച്ച് വിൽക്കാം. അന്ന് ഈ ബ്രാൻഡ് ഇങ്ങനെ വളർന്നു വരുന്ന സമയമുള്ളൂ, തുടങ്ങുന്ന സമയമാണ്. ഓരോ കോക്കനട്ട് ഓയിൽ അങ്ങനെ പൗച്ചൊന്നുമില്ല, പൗച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. അപ്പം ഞങ്ങളതിൻ്റെ അകത്തൊരു ബോട്ടിൽ ചെയ്ത് ലേബൽ ചെയ്ത് സൂര്യ എന്ന ബ്രാൻഡാക്കി. സൂര്യ 2000 അങ്ങനെ സൂര്യ എന്ന ബ്രാൻഡിൽ ഞങ്ങൾ 5 പേര് കൂടി സ്റ്റാർട്ട് ചെയ്തു. സ്വന്തമായിട്ടൊരു ബ്രാൻഡ്. എന്തായാലും കുഴപ്പമില്ല. കോക്കനട്ട് ഓയിൽ തുടങ്ങി ഒരു ജീപ്പ് എടുത്ത്, അപ്പം ഇത് ആര് സെയിൽ ചെയ്യുന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞപ്പം എനിക്ക് തന്നെ ഇറങ്ങേണ്ടി വന്നു അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഓരോ ഷോപ്പിലും പോയി. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഏലപ്പാറ അറിയാമല്ലോ, നല്ല തണുപ്പും കാര്യങ്ങളും, മൂന്നാറും അവിടെയൊക്കെ ഓരോ ഷോപ്പിലും കയറി ഇറങ്ങി. അന്നൊന്നും ആരും എടുക്കില്ല, ആദ്യം പായിക്കുമായിരുന്നു. എങ്കിലും വീണ്ടും കയറി. പിന്നെ എന്തായാലും സക്സസ് ആയി. ഒരു 4-5 വർഷം കഠിനാധ്വാനം ചെയ്ത് സൂര്യ എന്ന ബ്രാൻഡ് ഹൈ റേഞ്ച് മൊത്തം അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായിട്ട് മാറി. രാജാക്കാട്, രാജകുമാരി, അന്നയുടെ നാടായ അടിമാലി, മൂന്നാർ എല്ലായിടത്തും സൂര്യ ബ്രാൻഡ് നന്നായിട്ട് വന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ പലർക്കയുടെ അതനുസരിച്ച് ഞാൻ സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പലർക്കയുടെ അതൊരു വളരെ മോശം അവസ്ഥയിലേക്ക് പോയി. ഒരു സൈഡിൽ സൂര്യ വളർന്നപ്പം സൈറ താഴോട്ട് പോകുന്നൊരവസ്ഥയായി. അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പം ഞാൻ പിന്നെ സൂര്യയിൽ നിന്ന് ഇറങ്ങി പലർക്കടയിലേക്ക് വീണ്ടും കയറി. ആദ്യത്തെ സംരംഭമാണ്. അപ്പം അങ്ങനെ മുന്നോട്ട് വളരെ ബുദ്ധിമുട്ടി. പക്ഷേ അങ്ങനെ പലർക്കടയിലേക്ക് തന്നെ തിരിച്ച് കയറേണ്ടി വന്നു. അങ്ങനെ കയറി അത് വീണ്ടും ഒന്ന് വളർത്തിയെടുക്കണമെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് സൂര്യ ഷെയർ ഒഴിയാം. കാരണം അന്നേരം ഈ 5 പേര് കൂടി ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. എല്ലാവരും നല്ല ആൾക്കാരാണെങ്കിലും ചെറിയ ഈഗോയും അത് ഇതൊക്കെ ഉണ്ടാവും. നോ പറയാൻ ആൾക്കാർ കൂടിക്കഴിയുമ്പോൾ ഒരു ബിസിനസ് വളരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഒരു കാര്യം ചെയ്യും, ഞാൻ അത് മാറാം എന്ന് പറഞ്ഞ് ബാക്കി 4 പാർട്ട്നേഴ്സിനും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാൽ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് ഫണ്ട് കുറച്ച് റിലീസ് ചെയ്ത് തന്നു. ആ ഫണ്ട് ഞാൻ പലർക്കിടയിലേക്ക് മുടക്കി വീണ്ടും പയ്യെ അത് കരകയറ്റി കൊണ്ടുവന്നു. പണ്ടത്തെ അവസ്ഥയിലേക്ക് വീണ്ടും എത്തിയില്ല, എന്നാലും കുറേ മാറ്റങ്ങൾ വന്ന് അത് വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പം ഒരു സെയിൽസ് താഴെ പോയത് കയറി വന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു 2 വർഷം കഴിഞ്ഞപ്പം എൻ്റെ വേറൊരു സുഹൃത്തുണ്ടായിരുന്നു, അവിടെ ജുവലറി നടത്തുന്ന ബാബു ജോസഫ് എന്ന് പറയും. അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ ഞങ്ങളൊരു ദിവസം പലർക്കടയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന വഴിക്ക് അദ്ദേഹം പറഞ്ഞു നമുക്ക് എന്നാൽ കോക്കനട്ട് ഓയിൽ തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു കോക്കനട്ട് ഓയിൽ എൻ്റെ ഒരു സ്വപ്നമാണ്, ഒരു ബ്രാൻഡും എൻ്റെ ഒരു സ്വപ്നമാണ്. എന്നാൽ ശരി നമുക്ക് നോക്കാം എന്നുള്ള ഇതിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ശരി തുടങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ബ്രാൻഡ് നമുക്ക് പൗച്ചിങ് ഓട്ടോമാറ്റിക് മെഷീനൊക്കെ എടുത്ത് ഒരു പൗച്ചിങ് യൂണിറ്റ് തുടങ്ങി. വെളിച്ചെണ്ണ നമ്മൾ ആലുവ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എടുത്തുകൊണ്ട് പോയി അവിടെ ഒരു പൗച്ചിങ് യൂണിറ്റ് പോലെ തുടങ്ങി ഗോൾഡൻ എന്ന ബ്രാൻഡിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. സൂര്യയിൽ അവസാനിച്ച സ്വപ്നം വീണ്ടും ഗോൾഡനിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അത് ദൈവാനുഗ്രഹം കൊണ്ട് ഭയങ്കര സക്സസ് ആയി. വളർന്ന് തെക്കൻ കേരളത്തിലെല്ലാം നല്ല പടർന്നു വരുന്ന ഒരു ബ്രാൻഡായിട്ട് മാറി ഗോൾഡൻ. തിരുവനന്തപുരം, കൊല്ലം ആ സൈഡുകളിലൊക്കെ അതെ. അങ്ങനെ വന്ന് 6-7 ലോറി എടുത്തു. ഭയങ്കര സെയിലായിരുന്നു. അത്രയും വളർന്നു. അത് വളർന്ന അതൊരു 2010 ആയപ്പോഴാണ്, അല്ല 2005 കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്.
അത് വളർന്ന് ചെറുതോണിയിൽ ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥലം മേടിച്ചു, വീട് വെച്ചു, അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ മേടിച്ചു. നല്ല രീതിക്ക് 98 കണ്ട സ്വപ്നങ്ങളെ പയ്യെ പയ്യെ 2008 ആയപ്പം സഫലമായി, അച്ചീവ് ചെയ്തു. പൊതുവെ ഒരു വ്യവസായത്തിന് പറ്റിയ ഒരു അന്തരീക്ഷമല്ല ഇടുക്കി എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് കോക്കനട്ട് ഓയിൽ. അപ്പോൾ ആൾക്കാർ അവിടുന്ന് സെയിലിന് പോകുമ്പോൾ തന്നെ ചോദിക്കും അവിടെ എവിടെയാണ്, കൊപ്ര എവിടെയാണ്, അല്ലെങ്കിൽ മറ്റുള്ള ഐറ്റം എന്താണ്, ഇതെങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചാൽ അവർ ചെറിയൊരു ഇഷ്യൂ ഇടുക്കിയിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. ഇടുക്കി കേന്ദ്രീകരിച്ച് അന്ന് ഒരു മാധ്യമം തുടങ്ങുന്ന ഒരു സമയമായിരുന്നു, ഒരു TV ചാനൽ തുടങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ അവരൊരു ഫീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കോക്കനട്ട് ഓയിലിനെ കുറിച്ച് ഇത് വന്നു കഴിഞ്ഞപ്പം ഇടുക്കി കേന്ദ്രീകരിച്ച് വ്യാജ വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞ് ഒരു ഫീച്ചർ ചെയ്തു. അന്നുള്ള മാധ്യമമാണ്, ഇന്നില്ല മാധ്യമം, അത് നിർത്തി. പക്ഷെ ആ മാധ്യമ വാർത്തകളും മറ്റുള്ള കമ്പനിക്കാർ ഏറ്റെടുത്ത് ഞാൻ കൊടുക്കുന്ന ഷോപ്പുകളിലും അവിടെ എല്ലാം ഇതിങ്ങനെ ഉള്ള വെളിച്ചെണ്ണയാണ് അല്ലെങ്കിൽ വ്യാജനാണെന്നുള്ള രീതിക്ക് ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി ചെയ്തു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും നല്ല സാധനമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് അത് ജനങ്ങളിലേക്ക് എത്തിക്കാനോ കച്ചവടക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇതില്ല. ഒരു മാധ്യമം ഇങ്ങനെ ഒരു വലിയൊരു ന്യൂസായിട്ട് വിടുമ്പം അതിലേക്ക് എത്തിയില്ല. അങ്ങനെ ആ സ്ഥാപനം ശരിക്കും സെയിൽ കുറഞ്ഞു, താഴോട്ട് പോകുന്നു. ആൾക്കാർക്കൊരു വിശ്വാസ്യത പോലെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞപ്പം പാർട്ട്ണർഷിപ്പ് ഒഴിവാന്ന് എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞു. അപ്പോൾ എനിക്കത് വീണ്ടും ഏറ്റെടുക്കേണ്ടി വന്നു, അതിൻ്റെ ബാധ്യത വന്നു. അങ്ങനെ വളരെ സ്ട്രഗിൾ ചെയ്ത് പോകുന്ന ഒരു സമയത്താണ് ഞാൻ ഓർത്തു ഇനി ഇടുക്കി നമുക്ക് പറ്റിയൊരു സ്ഥലമല്ല, മണ്ണല്ല, ഇവിടെ നിന്ന് മാറാമെന്ന് ഓർത്ത് എറണാകുളം പോകാമെന്നോർത്ത് എറണാകുളത്ത് വന്ന് നോക്കി. ഒരു 2 മാസത്തോളം ഞങ്ങൾ എറണാകുളം ബേസ് ചെയ്ത് സ്ഥലം നോക്കി, ഗോഡൗൺ നോക്കി നടന്നു കഴിഞ്ഞിട്ട് തേവര എന്ന സ്ഥലത്ത് ഫാമിലി ഫുൾ സപ്പോർട്ടായിരുന്നു. കാരണം ഭാര്യയ്ക്ക് അറിയായിരുന്നു, കുട്ടികൾ ചെറുതാണല്ലോ, ഭാര്യയ്ക്ക് അറിയാമായിരുന്നു ഇത് എന്തായാലും നമ്മൾ നല്ല രീതിക്കാണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെടുത്ത് ബിസിനസ്സിൽ താഴോട്ട് പോകേണ്ട കാര്യമില്ല, ഫുൾ സപ്പോർട്ട് വന്നു. അപ്പം ഞാൻ ചെയ്തോളാൻ പറഞ്ഞു. ഞാനങ്ങനെ തൊടുപുഴ എറണാകുളത്ത് വന്നു, ഒരു ചെറിയ ഷെഡ് എടുത്ത് 5-10 ബാരൽ വെളിച്ചെണ്ണ എടുത്ത് എൻ്റെ സ്വന്തം ബ്രാൻഡായിട്ട് നന്മ സൂര്യ തുടങ്ങി നന്മയിലെത്തി. അങ്ങനെ നന്മ ബ്രാൻഡ് എറണാകുളത്ത് വന്ന് സ്റ്റാർട്ട് ചെയ്ത്, അപ്പം എൻ്റെ പഴയ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വരാൻ സമയത്ത് ഈ സൂര്യയിലുണ്ടായിരുന്ന ഒരു പാർട്ണർ തന്നെ ഇബ്രാഹിം കുട്ടി എന്ന് പറയും, അദ്ദേഹം ഹെൽപ്പ് ചെയ്തു, എറണാകുളം വരാനായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറേ നാളൊക്കെ വന്നു. പോയി കഴിഞ്ഞപ്പം നമ്മൾ കടമാണ് എടുത്തുകൊണ്ടിരുന്നത്. കടം എടുക്കുമ്പോൾ ഇവർ ഈ തരുന്ന ആൾ 1 രൂപ ലാഭം ഇടാമെന്ന് പറയും, പക്ഷേ 5 രൂപ ലാഭം ഇട്ടായിരിക്കും എനിക്ക് കോക്കനട്ട് ഓയിൽ തരുന്നത്. അപ്പോൾ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. എങ്കിലും അദ്ദേഹത്തിന് സമയത്ത് ചെക്ക് പാസ്സാക്കി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനിത് നഷ്ടപ്പെട്ടാണെങ്കിലും വിറ്റിട്ട് പേയ്മെൻറ്റ് കൊടുക്കുമായിരുന്നു. കാശ് കൊടുത്തില്ല എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും പേയ്മെൻറ്റ് കറക്റ്റായിട്ട് ചെക്കുകൾ കൊടുത്തുകൊണ്ടിരുന്നു, കറക്റ്റായിട്ട് പാസ്സാക്കി കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ക്വാളിറ്റിയിൽ വളരെ നോക്കി ചെയ്തുകൊണ്ട് ആ സ്ഥാപനം വളർന്ന് നന്മ നല്ല രീതിക്ക് അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി. അന്നത്തെ സമയത്ത് ഇവിടെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വർക്കീസ് എന്നൊക്കെ പറഞ്ഞ് നല്ല ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവരുടെ ബ്രാൻഡ് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് വന്നു, ഈ പ്രൈവറ്റ് ലെവലിംഗ്. അങ്ങനെ അവർക്ക് അൽപ്രോ ഗോൾഡ് എന്ന് പറഞ്ഞ് കോക്കനട്ട് ഓയിൽ, പാം ഓയിൽ, സൺഫ്ലവറൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അവരെ സംബന്ധിച്ചും അവർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ ബ്രാൻഡിൽ വിറ്റുകൊണ്ടിരുന്നത് ഈ കോക്കനട്ട് ഓയിലാണ്. കാരണം ക്വാളിറ്റി അത്ര മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ട് അവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു. അങ്ങനെ ആ സ്ഥാപനം വളർന്ന് പിന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ സാധനം കൊടുക്കാനായി. കൺസ്യൂമർ ഫെഡ് സ്ഥാപനങ്ങളിൽ കൊടുത്തു. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഷോർട്ടേജ് വന്നു എനിക്ക്. കാരണം ഇതിലൊക്കെ കൊടുക്കണമെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. എൻക്വയറി ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പൈസയില്ല. അങ്ങനെ വന്നപ്പം ഞാൻ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെയാണ് ആലുവയിലുള്ള SK ഏജൻസീസ് എന്ന് പറഞ്ഞ ആഷിക്ക ഉണ്ട്. അപ്പോൾ ആഷിക്ക ഒരു ദിവസം എന്നോട് പറഞ്ഞു, കൺസ്യൂമർ ഫെഡിൽ എനിക്ക് ഓർഡറുണ്ട്, അപ്പോൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഫണ്ടില്ല, ഒരു കാര്യം ചെയ്യാം, അയാൾ വരട്ടെ, ആൾ വന്നു കഴിയുമ്പോൾ കാണാൻ പറ്റുമെന്ന് സലാമക്ക എന്ന് പറഞ്ഞ ഒരാളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അദ്ദേഹം വന്നു, സ്ഥാപനം കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ ഫെഡിൽ അദ്ദേഹത്തിന് ഓർഡറുണ്ട്, അപ്പം ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചാൽ പറഞ്ഞു. എൻ്റെ കയ്യിൽ ഫണ്ടില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി തേവരയിൽ നിന്ന് മാറി വെണ്ണലയിൽ വന്നായിരുന്നു. വെണ്ണലയിൽ കുറച്ചുകൂടെ വലിയ ഷോപ്പൊക്കെ എടുത്തു.
വലിയ ഗോഡൗൺ എടുത്ത് പൗച്ചിങ് മെഷീൻ അവിടെ കൊണ്ടുവന്ന് ചെയ്തു. പിന്നെ ഞാൻ ആ സമയത്ത് വൈഫിനെയും കുട്ടികളെയും ഇളയ ആളെയും കൊണ്ട് വെണ്ണലയിൽ തന്നെ വന്നു, ഇടുക്കിയിൽ നിന്ന് കൊണ്ട്. അന്ന് പലചരക്കട നോക്കി നടത്തിക്കൊണ്ടിരുന്നത് വൈഫായിരുന്നു. ആ സമയത്ത് പലചരക്കട ഉണ്ട്, നിർത്തിയില്ലായിരുന്നു. കാരണം ഇവിടെ വരുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇത് സക്സസ് ആയാൽ അവിടെ നിർത്താമെന്നുള്ള ഇതിൽ ഞങ്ങളത് ചെയ്തു. എന്തായാലും ഇവിടെ സക്സസ് ആവുമെന്ന് കണ്ടപ്പം പലചരക്കട സ്റ്റോപ്പ് ചെയ്തിട്ട് കൊണ്ട് നടന്നായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ വൈഫിനെയും ഇളയ ആളും കൂടെ ഇവിടെ വന്നു. മൂത്ത മോൻ സമീർ ഉണ്ടായിരുന്നു. സമീറിന് അവിടെ കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു പഠിക്കുന്നത്. അപ്പം ഒരു വർഷം കൂടെ അവിടെ നിൽക്കാൻ വേണ്ടി ജ്യേഷ്ഠൻ്റെ കൂടെ നിർത്തുന്ന പഠിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ അത് നല്ല രീതിക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ സലാമക്ക വന്നിട്ട് കുറേ സാധനം വേണമെന്ന് പറഞ്ഞു. പുള്ളി അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നു. അഡ്വാൻസ് പേയ്മെൻറ്റ് വന്നപ്പോൾ ഞാൻ എണ്ണ എടുത്ത് പാക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഓരോ ലോഡും അഡ്വാൻസ് മേടിച്ച് പാക്ക് ചെയ്ത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങിയാലോ എന്ന് ഉള്ളൊരു ഇത് എന്നോട് ചോദിച്ചു. എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കുറവെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കൊരു പാർട്ട്ണർഷിപ്പായിട്ട് തുടങ്ങിയാലെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ കുഴപ്പം, നമുക്ക് നോക്കാം, എനിക്ക് ഫണ്ട് ആവശ്യമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ആഷിക്കായും കൂടെ കൂട്ടി നമുക്ക് 3 പേർക്കും കൂടെ തുടങ്ങാം. ആഷിക്കാണല്ലോ പരിചയപ്പെടുത്തിയത്, അതുകൊണ്ട് അങ്ങനെ തുടങ്ങാം. ഇപ്പോൾ പുള്ളിയും പറഞ്ഞു ഓക്കെ നമുക്ക് അങ്ങനെ തുടങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആഷിക്കായും സലാമക്കായും ഞങ്ങളും കൂടെ കൂടിയിരുന്ന് ആലോചിച്ച് നമുക്കൊരു ബ്രാൻഡ് തുടങ്ങാം എന്നുള്ള രീതിയിൽ. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ കൂടി ആലോചിച്ച് ശരി നമുക്ക് വെണ്ണല നിന്നിട്ട് കാര്യമില്ല, ഞങ്ങളും ആലുവക്കാരാണല്ലോ, കുറച്ചുകൂടെ വളരണം. ആലുവയിൽ ചൂണ്ടിയിലൊരു ഇതെടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഗോഡൗൺ എടുത്ത് അവിടെ പാക്കിങ് നടത്താമെന്നുള്ള ഇതിൽ ഞങ്ങൾ പാക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആ സമയത്ത് താമസവും ആലുവയിലേക്ക് മാറ്റി. സമീർ തിരിച്ചെത്തി. കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ രാജഗിരിയിലും അങ്ങനെ നല്ല നല്ല കോളേജുകളിലൊക്കെ പഠിപ്പിച്ച് MBA വരെ പാസ്സാക്കി എടുത്തു. ഇപ്പം മക്കൾക്ക് വേണ്ടത് അതാണല്ലോ. എനിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകൊണ്ട് നമ്മൾക്കൊരു വളർത്താവുന്ന ഏറ്റവും ഉന്നതിയിൽ നമുക്ക് എത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ മുന്നോട്ട് വന്നപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സലാമക്ക പിന്നെ മാറി. അങ്ങനെ ആഷിക്ക മാത്രം ഷെയറായി. ആഷിക്കായും വാപ്പായും ഞാനും കൂടെ ഷെയർ ബിസിനസ്സിലേക്ക് വന്നു, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ നല്ല രീതിക്ക് കേരസ്വാദ് വളർന്നു. ബ്രാൻഡ് മാറ്റി കേരസ്വാദ് എന്നുള്ള ബ്രാൻഡിലേക്ക് വന്നു. നന്മയായിരുന്നു, കേരസ്വാദ് എന്നുള്ള ബ്രാൻഡിലേക്ക് വന്നു. കേരസ്വാദ് എല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡാണ്. ഇപ്പം എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ് കേരസ്വാദ്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ തുടങ്ങി. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് വേണം. ഇപ്പോൾ പൗച്ച് നമ്മൾ എണ്ണ എടുത്ത് പാക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊരു പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു മില്ല് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതിൽ 4-ാം മൈലിൽ ഞങ്ങളൊരു സ്ഥലം വാങ്ങിച്ചു. അന്നേരം നമുക്കൊരു 20 കോടി 30 കോടിയിലൊക്കെ ഉള്ളൂ ടേൺ ഓവർ എത്തി. അത്രയും ടേൺ ഓവർ എത്തി, 30 കോടി രൂപയോളം ടേൺ ഓവർ എത്തി. അങ്ങനെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഞങ്ങൾ ആ ഒറ്റ ഇൻവെസ്റ്റ്മെൻറ്റാണ് ആഷിക്ക ചെയ്ത്. അതിൽ നിന്നും നമ്മൾ വളരുകയാണ്. ആ വളർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങൾ സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് 4-ാം മൈലിൽ തുടങ്ങി. 4-ാം മൈലിൽ തുടങ്ങി സ്വന്തമായിട്ട് കൊപ്ര ആട്ടുന്ന മില്ലും ഇതെല്ലാം തുടങ്ങി. അത് വളർന്ന് ഒരു 2018 കൊറോണയുടെ ഒക്കെ സമയമായപ്പം നമ്മളൊരു 50 കോടി 60 കോടി ടേൺ ഓവറിലേക്ക് എത്തി. ആ ടേൺ ഓവർ എത്തിക്കഴിഞ്ഞപ്പം പിന്നെ അതെ ഇത് സക്സസ് ആക്കാൻ പറ്റും. സൂര്യയിൽ നിന്ന് നമ്മൾ തോറ്റുപോയതാണ്, അതേ ബിസിനസിനെ സക്സസ് ആക്കാൻ പറ്റും നമ്മൾ തെളിയിച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യത്തിന് ഇതിൻ്റെ അകത്ത് ഫുൾ സപ്പോർട്ടായിട്ട് ആഷിക്ക, അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുമ്പം നോ പറയരുത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ അദ്ദേഹത്തിന് അവിടെ ഷോപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് പുള്ളി ഫുള്ളായിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചു. ഞാൻ തന്നെ ആണ് അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒന്നിനും വളരാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്തൊരു ആശയം പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നോ പറയാറില്ല. അതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഒരു വളർച്ച. അങ്ങനെ ഈ സ്ഥാപനം വളർന്നു. ഒരു കൊറോണയുടെയൊക്കെ സമയമായി കഴിഞ്ഞപ്പോൾ നമ്മളൊരു 100 കോടി 120 കോടി ടേൺ ഓവറിലേക്ക് എത്തിക്കാൻ പറ്റി. 120 കോടിയിലേക്ക് എത്തിക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് പോരാ, പ്രൊഡക്ഷൻ പറ്റുന്നില്ല, ഇനിയും ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് ആഷിക പിന്നെ മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ അനുജൻ വന്നു, ഫിറോസ്, പാർട്ണർഷിപ്പിലേക്ക് വന്നു. അപ്പം ഞാനും ഫിറോസുമായിട്ട് ഷെയർ ബിസിനസ് കമ്പനി വളർത്താൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ആലുവ കുഴുവേലിപ്പടിയിൽ വലിയൊരു പ്ലാന്റ്, ഒരു 35,000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു
പ്ലാനിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തേവരയിലെ ഷെഡിൽ നിന്നും 35,000 സ്ക്വയർ ഫീറ്റിലേക്ക് വളരെ എത്ര കാലഘട്ടം എടുത്തു, എത്ര വർഷം എടുത്തു? അതൊരു 8 വർഷം കൊണ്ട്. 8 വർഷം കൊണ്ട്. അടിപൊളി. ഈ തേവര വരുമ്പം ആ ഷെഡിലായിരുന്നു ഞാനും കിടന്നുകൊണ്ടിരുന്നതും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആ ഷെഡിൽ തന്നെയായിരുന്നു. അന്ന് എൻ്റെ കൂടെ വന്ന ഒരു ജിജോ എന്നുള്ള ഒരു സ്റ്റാഫ് ഇന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ട്, കൂടെ ഉണ്ട്, എല്ലാ സപ്പോർട്ടുമായിട്ട് കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇത് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറഞ്ഞപ്പം വേറൊരു ആധുനിക രീതിയിലുള്ള ഒരു മില്ല് സ്റ്റാർട്ട് ചെയ്തു. അതൊരു 35,000 സ്ക്വയർ ഫീറ്റിൽ കുഴിവേലിപ്പടിയിൽ ഇന്ന് കേരളത്തിലെ തന്നെ ഒരു നമ്പർ 1 മില്ലെന്ന് പറയാം. അത്രയും ഓട്ടോമാറ്റിക് ആയിട്ടാണ് എല്ലാ കൈ നമ്മൾ ഒരിടത്തും സ്പർശനം ഇല്ലാതെ കോക്കനട്ട് ഓയിൽ വരും, പൗച്ചിലേക്ക് വരും. അത്ര ഇതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു രീതിയിലേക്ക് കോക്കനട്ട് ഓയിലിനെ വളർത്തി ഇന്ന് അത് നല്ല രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോഴാണ് സമീർ MBA കഴിഞ്ഞിറങ്ങി ബിസിനസ്സിലേക്ക് വരികയാണ്. കേരസ്വാദിന് സീറ്റ് വേണമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പം ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മളത് സ്വന്തമായിട്ടൊരു ഫാമിലി ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ഫുഡ് FMCG പ്രൊഡക്റ്റ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു. FMCG പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് MBA കഴിഞ്ഞ് വന്ന മകന് വേണ്ടിയിട്ട്. അതെ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? എന്ത് പേരിലാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ആക്ച്വലി 2020 MBA, അതായത് കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് പാസ് ഔട്ട് ആയത്. CMSൽ നിന്ന് ഗ്രാജുവേറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു സമയത്താണ് വാപ്പിജി പറയുന്നത് നമുക്ക് നമ്മുടേതായ ഒരു ഫാമിലി ആയിട്ട് വളർത്തിക്കൊണ്ടുവന്നൊരു ബ്രാൻഡ് വേണം. അപ്പം ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഫുഡ് ബിസിനസ്സിലുണ്ട്. അപ്പോൾ ഫുഡ് പ്രൊഡക്റ്റായിട്ട് ബന്ധപ്പെട്ട് തന്നെ വേറൊരു ലൈൻ ഓഫ് പ്രൊഡക്റ്റ്, അതായത് ഇപ്പം കോക്കനട്ട് ഓയിലിൻ്റെ കൂടെ തന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇറക്കാം എന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് നമുക്ക് റൈസ് പൗഡർ, പുട്ടുപൊടി, അതുപോലെ തന്നെ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഇറക്കാം എന്നുള്ളൊരു അതെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനമെടുത്തു. അങ്ങനെ തമീമി എന്നൊരു ബ്രാൻഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഫുഡ് പ്രൊഡക്ട്സ്. അതെ തമീമി എന്നാണ് ബ്രാൻഡ് നെയിം. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2022 അപ്പോൾ 2020 നമ്മൾ തീരുമാനം എടുത്തു. ഒരു 2 വർഷത്തോളം കൊറോണയുടെ ഒരു പ്രശ്നമൊക്കെ കാരണം അത് കമ്പനി നമ്മൾ അത് പണിയാനായിട്ട് ഉള്ള ഒരു ഇതൊക്കെ എടുത്തിട്ട് 2022 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ അങ്കമാലി. അതെ. അപ്പോൾ അങ്കമാലിയിൽ നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള നിലയിൽ ഒരു 10,000 സ്ക്വയർ ഫീറ്റിൽ നമ്മളൊരു നല്ല മോസ്റ്റ് മോഡേൺ മെഷീനറി ഒക്കെ ആയിട്ട് നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കേരാസ്വാദിൻ്റെ ഒരു സപ്പോർട്ടും ആ ഒരു പിൻബലം ഉള്ളതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ കടകളിലേക്കും ഷോപ്പിലേക്കൊക്കെ പോകുമ്പോൾ ആ ഒരു സ്വീകാര്യതയൊക്കെ ഉണ്ടായിരുന്നു. അതെ തീർച്ചയായിട്ടും. പിന്നെ വാപ്പിച്ചിയുടെ ഒരു കോൺടാക്റ്റും, അതായത് കടക്കാരായിട്ട് നല്ലൊരു കോൺടാക്റ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞായിരുന്നു, ഇപ്പം തേവരയിൽ ആ വന്ന സമയത്താണെങ്കിലും ഞങ്ങൾക്ക് ഒരു ഒമിനി വാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ സെയിൽ ചെയ്യാൻ പോകുമ്പോഴും ഞാനും കൂടെയൊക്കെ പോകുമായിരുന്നു. അപ്പം എങ്ങനെ ഒരു കടക്കാരെ ഡീൽ ചെയ്യണം, എങ്ങനെ അവരായിട്ട് സംസാരിക്കണം, അതൊക്കെ കണ്ടാണ് ഞാൻ പഠിച്ചത്. MBA പഠിച്ചെങ്കിലും അതൊക്കെയാണ് മെയിനായിട്ടൊരു. അതെ തീർച്ചയായിട്ടും. വാപ്പിച്ചി എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് തോൽവികൾ നോക്കണ്ട, നീ എന്താണ് നമ്മൾ വിജയിക്കാനുള്ള കാരണങ്ങൾ ശരിക്കും നോക്കി പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത് വാപ്പിച്ചി പറഞ്ഞത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതല്ല ശ്രദ്ധിച്ചത്. എവിടെയാണ് തോറ്റത്, എവിടെയൊക്കെയാണ് പാളിച്ചകൾ പറ്റിയത് എന്നുള്ളൊരു അതാണ് ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതെ തീർച്ചയായിട്ടും. അപ്പോൾ അത് പിന്നീട് നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതായത് ഈ കേരസ്വാദിൻ്റെയും ഒരു പിൻബലം ഉള്ളതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എൻട്രി അറിയാലോ, ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഒരു ഫീൽഡാണിത്. ഒരു ഹൈപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ ഒക്കെ ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ആഫ്റ്റർ കൊറോണ ഒരുപാട് പേര് നമ്മൾ ഇങ്ങനത്തെ ഫുഡ് പ്രൊഡക്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ഇത്രയും കോമ്പറ്റീഷനുള്ള സമയത്തും നമുക്ക് നല്ലൊരു എൻട്രി കിട്ടി. ഇപ്പോൾ ലീഡിങ് ഹൈപ്പർ മാർക്കറ്റ്സായ ലുലു, നെസ്റ്റോ, അതുപോലെ നജ്മൽ ബിസ്മി, അത് പോത്തീസ്, അങ്ങനെ എല്ലാ ലീഡിങ് ഹൈപ്പർ മാർക്കറ്റ് ചെയിനുകളിലും നമുക്ക് എൻട്രി കിട്ടി. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അതൊക്കെ ഉള്ളതുകൊണ്ടും ഇപ്പം കുഴപ്പമില്ലാണ്ട് ഇപ്പം 3 വർഷമായിട്ട് നല്ല രീതിയിൽ നമ്മളങ്ങനെ പോകുന്നു. അതെ തീർച്ചയായിട്ടും. ഇപ്പൊ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നമ്മുടെ റമീസിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഇപ്പൊ നമ്മുടെ ഒരു തമീമിയുടെ അണ്ടറിലുള്ളത്? ഇപ്പം നമുക്കുള്ളത് റൈസ് പൗഡർ ഉണ്ട്, പുട്ടുപൊടി ഉണ്ട്, റാഗി പൗഡർ ഉണ്ട്. അതാണ് നമ്മുടെ തുടക്കം. ഇപ്പം നമ്മൾ കുറച്ച് ലൈൻ ഓഫ് പ്രൊഡക്ട്സ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. റൈസ് ഇറക്കി, ഇടിയിറച്ചി ഇറക്കി, അങ്ങനെ കുറെ പ്രൊഡക്ട്സ് നമ്മൾ അതെ അപ്പോൾ അങ്ങനെ കുറെ പ്രൊഡക്ട്സ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാർക്കറ്റിൽ ഇപ്പം ലഭിക്കുന്നതുമാണ്.
എന്താണ് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ? തമീമി ഫുഡ്സ് എന്ന് പറയുമ്പോൾ വാപ്പച്ചി ഓൾറെഡി ഒരുപാട് തോൽവികളിലൂടെ വന്ന് പിന്നീട് വിജയിച്ച ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് കോടികളുടെ ടേൺ ഓവർ എത്തിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു വിജയിച്ച മനുഷ്യനാണ്, തോൽവികളിലൂടെ വിജയിച്ചൊരു മനുഷ്യനാണ്. ആ വ്യക്തിനെ നോക്കി കണ്ടിട്ട് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി തുടങ്ങി തന്നൊരു ബ്രാൻഡാണ് തമീമി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ തമീമിയുടെ ഫ്യൂച്ചർ കാണുന്നത്? നമ്മളിപ്പോൾ ഓൾറെഡി കേരള മാർക്കറ്റിൽ നമ്മളിപ്പം എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. GC ഇനി ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത്, ഞങ്ങളുടെ വിഷൻ, വാപ്ചിയുടെ വിഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് ഗ്ലോബലി ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്നാണ്. ഇപ്പോൾ GCCയിൽ നമ്മളിപ്പം ലൈസൻസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. ഈ നോമ്പ് കഴിയുമ്പം നമ്മുടെ പ്രൊഡക്ട്സ് അവിടെ അവൈലബിൾ ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂറോപ്പ് അങ്ങനെ വലിയ വലിയ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനാണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ വിഷൻ എന്ന് പറയുന്നത്. അതെ, മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ നമ്മുടെ പ്രൊഡക്ട്സ് കിട്ടണം, തമീമി കിട്ടണം. അതെ, അത് വാപ്പച്ചിയുടെ ബ്രാൻഡ് ഉണ്ടാക്കാന്നുള്ള വിഷന്റെ പുറകെയാണ് നിങ്ങൾ രണ്ടുപേരും. തീർച്ചയായിട്ടും അതിനെ തന്നെയാണ് നല്ലൊരു ഒത്തൊരുമ. അത് പെട്ടെന്ന് സാധിക്കട്ടെ. ഞാൻ ഇക്കയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, ഇക്ക ഒരു 18-ാമത്തെ വയസ്സിലൊരു കച്ചവടക്കാരനായ വ്യക്തിയാണ്. അവിടെ നിന്ന് ഒരുപാട് തോൽവികൾ ഉണ്ടായ വ്യക്തിയാണ്. പിന്നീട് ആ തോൽവികളിൽ നിന്ന് പഠിച്ചിട്ടാണ് ഇക്ക ഒരു വിദ്യാഭ്യാസത്തിന്റെ അകമ്പടിയോട് കൂടിയല്ല, ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് ഇക്ക പഠിക്കുന്നത്. ഇക്ക ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തു, അത് താഴെ പോയി വീണ്ടും 2-3 ബ്രാൻഡുകൾ ഡെവലപ്പ് ചെയ്തു. എപ്പോഴും ഒരു ബ്രാൻഡ് ഉണ്ടാക്കാനാണ് ഇക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നൊക്കെ അത് സക്സസ് ആയ ഒരു വ്യക്തിയാണ്. കേരസ്വാദ് എന്ന് പറയുന്ന ബ്രാൻഡ് ആണെങ്കിലും തമീമിയുടെ വളർച്ചയിലാണെങ്കിലും അത് സക്സസ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇക്കക്ക് ഇത് ഒരു കച്ചവടക്കാരൻ ഇത് ഈ ഒരു വീഡിയോ കേൾക്കുവാണെങ്കിൽ അദ്ദേഹത്തോട് എന്തായിരിക്കും ഇക്കയുടെ ഒരു വിഷനിൽ പറയാനുണ്ടാവുക? അത് പറയുവാണെങ്കിൽ ശരിക്കും എൻ്റെ കുടുംബം ആണ്, എൻ്റെ വൈഫ് അല്ലെങ്കിൽ ഫാമിലി എന്നുള്ള സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെയുള്ളൊരു ബിസിനസ് വളർത്തിയെടുക്കാൻ. കാരണം എവിടെയെങ്കിലും നമ്മളൊരു തളർച്ച വന്നിട്ട് വീട്ടിൽ പോകുമ്പം അവിടെ വേറെ രീതിക്കുള്ള ഒരു സംസാരമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് അപ്പം തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വരും. പക്ഷെ അവിടെ നമ്മൾ കൂടുതൽ കൈപിടിച്ച് ഉയർത്താനും കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും വീട്ടിൽ ആളുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് വളർത്താൻ പറ്റുള്ളൂ. അതുപോലെ പാർട്ട്ണർഷിപ്പിലാണെങ്കിലും നോ പറയാത്ത പാർട്ട്നേഴ്സ്, അത് ഞാനാണെങ്കിലും വേറെ എൻ്റെ പാർട്ട്ണറാണെങ്കിലും അങ്ങോട്ട് പരസ്പരം ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരാൾ പറയണ അംഗീകരിച്ച് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും. അതാണ് ഒരു ബിസിനസ്സിൻ്റെ വളർച്ച. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന തൊഴിലാളികളും അതുപോലെ ഓഫീസ് സ്റ്റാഫുകൾ അവരെല്ലാം ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഘടകമാണ്. അവരെ നമ്മൾ കൂട്ടിപ്പിടിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ നമ്മളൊരു കുടുംബാംഗങ്ങളെ പോലെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു വിജയം. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വിദ്യാഭ്യാസം വെച്ച് എനിക്ക് ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ കേരസ്വാദ് എത്തിച്ചെങ്കിലും അത് കഴിഞ്ഞ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു GM വന്നു, ജോമിഷൻ എന്നാണ് ആളുടെ പേര്. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് കൂടുതൽ കുറച്ചുകൂടെ ഹൈപ്പർ മാർക്കറ്റുകൾ എസ്റ്റാബ്ലിഷ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചു. ആ ഒരു പ്രയത്നത്തിൻ്റെ ഫലവും ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അതെ, കാരണം ഹൈപ്പർ മാർക്കറ്റുകളിൽ ലുലു, നെസ്റ്റോ അല്ലെങ്കിൽ പോത്തീസ്, അജ്മൽ ബിസ്മി അങ്ങനെ ഒരുപാട് ഹൈപ്പർ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഇപ്പം. കേരസ്വാദ് ആണെങ്കിലും തമീമി ആണെങ്കിലും. അതിന് അദ്ദേഹത്തിന് എടുത്തു പറയേണ്ട ഇതാണ്. അതുപോലെ ജിജോ എൻ്റെ കൂടെ 10-30 വർഷമായിട്ട് തേവര ഷെഡ്ഡി കിടന്നത്. അതുപോലെ ബാക്കിയുള്ള കുറേ സ്റ്റാഫുകൾ ആണ് എൻ്റെ വിജയം. അവർ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഏറ്റവും വലിയൊരു ബിസിനസ്സിലേക്ക് വളർത്താൻ പറ്റും. നല്ലൊരു കുടുംബവും നല്ലൊരു ടീമും കുറച്ച് സുഹൃത്തുക്കളും കൂടി ഉണ്ടെങ്കിൽ വളരാൻ പറ്റും. അതുപോലെ അന്ന് ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇബ്രാഹിം കുട്ടി, ഇപ്പം ഞാൻ അദ്ദേഹം ഈ NSRലൊരു ഡയറക്ടറാണ്. ഞങ്ങൾ 3 പേരും അദ്ദേഹവും ഉണ്ട് ഇതിൻ്റെ അകത്ത്. സമീർ ഇപ്പോൾ വാപ്പച്ചിയെ പോലെയല്ല, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. വാപ്പച്ചിയൊക്കെ വന്നപ്പോൾ അവിടെ ഫസ്റ്റ് കമേഴ്സ് എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. നമ്മുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ ഫാസ്റ്റ് കമേഴ്സിനാണ് ഒരു അഡ്വാൻറ്റേജ് കൂടുതൽ. നമ്മുടെ ഒരു മാർക്കറ്റിംഗ് രീതിയിലേക്കൊക്കെ വന്നപ്പോൾ സമീറിന് അത് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി? തീർച്ചയായിട്ടും ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്, ഒരു മാസ് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു മാസ് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ TV, റേഡിയോ അങ്ങനെ വലിയ മാസ് അഡ്വർടൈസ്മെൻറ്റിലേക്ക് പോകണ്ട എന്നുള്ളൊരു അങ്ങനെ ഒരു തിങ്കിങ് ഉള്ള ഒരാളാണ് ഞാൻ. കാരണം ആ ബഡ്ജറ്റ് നമുക്ക് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിന് യൂസ് ചെയ്യുക, മാത്രമല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരു എൻ കസ്റ്റമറിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്തണമെങ്കിൽ നമ്മളെ കടക്കാർ സപ്പോർട്ട് ചെയ്യണം, സൂപ്പർ മാർക്കറ്റുകാർ സപ്പോർട്ട് ചെയ്യണം, ഹൈപ്പർ മാർക്കറ്റുകാർ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവർക്ക് കൂടുതൽ ഈ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി മുടക്കുന്ന ഫണ്ടിന് ഒരു 10-1 അത് മതിയാവും. അപ്പോൾ ആ ഫണ്ട് നമ്മൾ ഇവർക്ക് കൊടുക്കുക, അവർക്ക് ഡിസ്കൗണ്ട് ആയിട്ടും അല്ലെങ്കിൽ ഇവർക്ക് ഒരു ഫണ്ടായിട്ടും ഓഫേഴ്സായിട്ടും കാര്യങ്ങളായിട്ടും നമ്മുടെ പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഒരു റാക്ക് അത് റെൻ്റായിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ വിസിബിലിറ്റി എനിക്ക് തോന്നുന്നു ഈ TVയിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വിസിബിലിറ്റി ഇത് കസ്റ്റമേഴ്സിന് ഇതുവഴി കിട്ടും. അപ്പോൾ അവർ നമ്മൾ കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്താൽ അവർ നമ്മൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യും.
അതിനുള്ളൊരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞങ്ങളുടെ ബ്രാൻഡിന് തമീമി. ഒരു 3 വർഷം കൊണ്ട് ഒരു ബ്രാൻഡിന് എത്രത്തോളം എത്താൻ കഴിയുമോ അതിൻ്റെ ഒരു മാക്സിമത്തിൽ എത്താൻ പറ്റി എന്നുള്ളൊരു വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അത് നമ്മൾ കടക്കാരെയും നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നവരെയും തിരിച്ച് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരു എന്താ പറയുക, ഒരു മാസ് അഡ്വർടൈസ്മെൻറ്റിലേക്ക് നമ്മൾ ഫണ്ട് മുടക്കാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് എൻ്റെ കസ്റ്റമറിലേക്ക് ഏത് റൂട്ടിൽ കൂടെയാണോ നമ്മുടെ പ്രൊഡക്റ്റ് പോകേണ്ടത് അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ റീച്ച് കിട്ടും. ആ ഒരു സ്ട്രാറ്റജിയിലാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കൂടുതൽ ഫണ്ട് മുടക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവും. അതെ, സെയിലും നടക്കും, നമ്മുടെ ബ്രാൻഡ് വിസിബിലിറ്റി കൂടും, നമ്മുടെ ബ്രാൻഡ് വാല്യൂ കൂടും. തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ബ്രാൻഡ് വാല്യൂ അതിനൊക്കെ ഒരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അതിന് മുമ്പ് ആ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് ആകാനുള്ള ഒരു കാലതാമസം ഉണ്ടല്ലോ, ടൈം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് ഫണ്ട് നമ്മൾ മാറ്റി വെക്കാണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ വളരെയാണ്. അന്ന് ഒരു ചെറുതോണിക്കാരൻ സ്വപ്നം കണ്ട ബ്രാൻഡ് ഉണ്ടാക്കുക എന്ന് പറയുന്ന സ്വപ്നത്തിനൊപ്പം തന്നെ മക്കളും ഫാമിലിയും ഒക്കെ കൂടെയുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു സ്വപ്നം ഇന്ന് നിറവേറിയെന്ന് തോന്നുന്നു. കാരണം നൗഷാദ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, കേരസ്വാദിന്റെ ഓണർ ആണെന്നറിയാം, ഇന്ന് തമീമിയുടെ സ്ഥാപകനാണെന്നറിയാം. ആ ഒരു ബ്രാൻഡ് ലോകം മുഴുവൻ വളരട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും എൻ്റെ ഭാഗത്തുനിന്നും നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും നേരെയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വാപ്പച്ചിയുടെ സ്വപ്നങ്ങളെ പൂണിക്കാൻ സാധിക്കട്ടെ, വാപ്പച്ചിയുടെ സ്വപ്നങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാൻ സാധിക്കട്ടെ. ഇനി നമ്മളൊരു 3-4 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ലോകം മുഴുവൻ വളർന്നൊരു ബ്രാൻഡായിട്ട് തമീമി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.